ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18. സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 37. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. വിവർത്തനം. ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരമുണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖമെന്ന് പറയുന്നു. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരത്തിനായുള്ള യജ്ഞത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കാനുമായി പല നിയമ നിബന്ധനകൾക്കും വഴങ്ങേണ്ടതുണ്ട്. കർക്കശങ്ങളാണവയെല്ലാം. വിഷം പോലെ കയ്പേറിയതാണ്. അവയെ വേണ്ടും വിധം അനുഷ്ഠിച്ചാലാകട്ടെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. ജീവിതത്തിലെ അമൃതാസ്വാദനം അന്ന് ആരംഭിക്കുകയായി. ശ്ലോകം 38. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. വിവർത്തനം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃതതുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവും. രാജസമാണ് ഈ സുഖം. ഭാവാർത്ഥം: ഒരു യുവാവും യുവതിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ അയാൾ യുവതിയെ കാണാനും തൊടാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഇന്ദ്രിയങ്ങളാൽ പ്രേരിതനായിത്തീരും. ആരംഭത്തിൽ ഇതെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് വളരെ സന്തോഷകരമായി തോന്നും. കുറച്ചു കാലത്തിന് ശേഷമാകട്ടെ ആ സുഖം വിഷതുല്യമാവുകയും ചെയ്യും. അവർ തമ്മിൽ പിരിയും, അല്ലെങ്കിൽ വിവാഹമോചനം നടത്തും. പിന്നെ ദുഃഖമായി, വിലാപമായി. അത്തരം സുഖം എപ്പോഴും രജോ ഗുണത്തിലുള്ളതാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നുളവാകുന്ന സുഖം ദുഃഖത്തിനെ വഴിവെക്കൂ. എല്ലാവിധത്തിലും അതിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുകയാണ് വേണ്ടത്. ശ്ലോകം 39. യേദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. വിവർത്തനം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. ഭാവാർത്ഥം: ആലസ്യത്തിലും നിദ്രയിലും സുഖം കാണുന്നവൻ തീർച്ചയായും താമസ സ്വഭാവിയായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്നും അറിയാത്ത ഒരാളും താമസ സ്വഭാവി തന്നെ. ഈ സ്ഥിതിയിലുള്ളവർക്ക് വ്യാമോഹമേയുള്ളൂ. അവർക്ക് തുടക്കത്തിലാകട്ടെ അന്ത്യത്തിലാകട്ടെ സുഖം ലഭിക്കുന്നില്ല. രാജസ സ്വഭാവികൾക്ക് ആദ്യത്തിൽ ക്ഷണികമായൊരു സുഖാനുഭൂതി ലഭിച്ചേക്കാം, അവസാനത്തിൽ ദുഃഖവും. താമസ സ്വഭാവിക്കാകട്ടെ ആദ്യവും അവസാനവും ദുഃഖം മാത്രമേ അനുഭവപ്പെടാറുള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.